ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ദിവസം നമ്മുടെ അൻസാരി സൂര്യ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പേജിലൂടെ സോനു മോൾ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഏതാണ്ട് 38 ലക്ഷം രൂപ വേണം ആ കുട്ടിയുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക്. അപ്പോൾ അതിന് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഉസ്താദ് ഒരു പോസ്റ്റ് ഇട്ടു. നല്ലവരായിട്ടുള്ള മനുഷ്യരുടെ അകമഴിഞ്ഞ സഹായം കൊണ്ട് 28 ലക്ഷം രൂപ ആ ഒരു കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടി ഉസ്താദിന് സമാഹരിക്കാൻ കഴിഞ്ഞു. ഇനിയൊരു 10 ലക്ഷം രൂപയും കൂടെ ഓപ്പറേഷന് വേണം. ആ കുട്ടിയുടെ ഓപ്പറേഷൻ കിംസ് ഹോസ്പിറ്റലിലാണെന്ന് തോന്നുന്നു അത് നടത്താൻ പോകുന്നത്. അതിനുശേഷം ഈ കുട്ടിയുടെ അച്ഛൻ വിളിച്ചിട്ട് ഉസ്താദിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ബാക്കി 10 ലക്ഷം രൂപയുടെ കണ്ടെത്തേണ്ടതുണ്ട്. ഉസ്താദ് ഇതുപോലെ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം ആളുകളുടെ സമ്മതത്തോടു കൂടി അദ്ദേഹം ഓരോ വീഡിയോകൾ ചെയ്യുമ്പോഴാണ് അത് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നത്. അത് കാണുമ്പോൾ ഉസ്താദ് അത് ജെന്യുവിനാണ് എന്ന് കണ്ടുകൊണ്ട് ജാതി മതഭേദമന്യേ ഉസ്താദിൻ്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഉസ്താദ് പറയുന്നവരുടെ അക്കൗണ്ടിലേക്ക് ആളുകൾ പൈസ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിലൂടെ ചില ജീവനുകൾ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട്. കിടപ്പാടമില്ലാത്തവർക്ക് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പുണ്യ പ്രവൃത്തിയാണ്. അപ്പോൾ ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇവർക്കിത് സമാഹരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ചില സംഘപരിവാർ വേട്ടാവളിയന്മാരുണ്ടല്ലോ, സത്യത്തിൽ ഇപ്പം ഉസ്താദിൻ്റെ ഈ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നീയൊക്കെ അത്രയ്ക്ക് അഭിമാനികളാണ് എന്നുണ്ടെങ്കിൽ ഒരു 10 പൈസയുടെ നാരങ്ങ മിഠായെങ്കിൽ നീ പറയുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ചെയ്തു കൊടു. ഇനിയിപ്പോൾ 10 ലക്ഷം രൂപ ആ കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടി വേണം. നിങ്ങൾ ആരും അറിയാതെ ഈ 10 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുക. എന്നിട്ട് ആ കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കുക. നിങ്ങൾ സേവാഭാരതി, ബജ്രംഗ ദൾ, മറ്റേ ദൾ, മറിച്ച് ദൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പോഷക സംഘടനകളുണ്ടല്ലോ. നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഞങ്ങളൊക്കെ അകമഴിഞ്ഞ് സഹായിക്കുകയാണെന്ന്. ഏതെങ്കിലും ഒരു സഹായം ചെയ്തവരാരെങ്കിലും വന്നിട്ട് ഇതുവരെ പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധിക്കത്തില്ല. കാരണം പ്രത്യേകിച്ച് സംഘപരിവാർ, ഞാൻ ഉറപ്പിച്ച് പറയാണ്, സംഘപരിവാർ പ്രവർത്തകർ 5 പൈസ ഇതുപോലുള്ള പ്രവർത്തികൾക്കൊന്നും ഈ നാറികൾ കൊടുക്കത്തുമില്ല. കൊടുക്കുന്നവനെ കൊണ്ട് കൊടുപ്പിക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ള നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം. ഇപ്പോൾ കുറേ ആൾക്കാർ ഈ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. 2 വീഡിയോ ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇവൻ പറയുന്നത് എന്താണെന്ന്. അവൻ്റെ അറിവില്ലായ്മ കൊണ്ടാണോ അതോ അവൻ്റെ തലയ്ക്കകത്ത് ചാണകം കയറിപ്പോയതിൻ്റെ പ്രശ്നമായിരിക്കും. എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം. ഏതെങ്കിലും ഹിന്ദു സംഘടനയുടെ മുമ്പിൽ ഈ വീഡിയോ എത്തുന്നത് വരെ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് അറിയാം, സൂര്യമോൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരു ധനസമാഹരണം നടത്തി 28 ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു. ആ കുട്ടിയെ നാളെ കിംസ് ഹോസ്പിറ്റലിൽ ആ കുട്ടിയുടെ അടിയന്തരമായ ശസ്ത്രക്രിയ നടക്കാൻ പോവാണ്. കരൾമാറ്റ ശസ്ത്രക്രിയ. പ്രാർത്ഥിക്കാൻ അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മൊത്തവും 38 ലക്ഷം രൂപയാണ് വേണ്ടത് ആ കുട്ടിയുടെ ചികിത്സക്ക്. 28 ലക്ഷം രൂപ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് ജാതി മത ഭേദമന്യേ നമ്മളെല്ലാം കൂടി സമാഹരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പൈസ, ഈ 38 ലക്ഷം രൂപ 28 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന നിങ്ങൾ എല്ലാവരും കൂടി, നിങ്ങളെല്ലാവരും എല്ലാ സമയത്തും ഹിന്ദുക്കൾ ഉണർത്താൻ വേണ്ടി നടക്കില്ല. ഇത് വെല്ലുവിളിയൊന്നുമില്ല, അഭ്യർത്ഥനയാണ്. എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിലുള്ള ധനസമാഹരണം മാത്രമല്ല, വ്യക്തിഗതമായി പലരും കണ്ടും ആ പാവപ്പെട്ടവൻ ഒരു 10,000 രൂപ കിനാവ് കാണാൻ കഴിയാത്ത സുനിലേട്ടന് തന്റെ മകൾ സൂര്യയ്ക്ക് വേണ്ടി നമ്മൾ 28 ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു. ഇനി ബാക്കി പൈസ, ഇത് സൂര്യമോളാണ്, സുഹ്റ ബീബി അല്ല. ലക്ഷ്മികാന്ത്, ശശിധര ടീച്ചർ, ഈ കാണുന്ന സംഘടനത്തോട് പറയാണ്, സുഹ്റ ബീബി അല്ല, സൂര്യയാണ്. ഇതൊരു പൈതൃകം അന്തസ്സും അല്ലേ ഈ ആട്ടുന്നത്? വെള്ളരിക്കിണ്ണത്തിൽ എന്തുണ്ട്, പുള്ളി പശുവിന്റെ പാലുണ്ട്, പുസ്തകത്താളിൽ ഒളിച്ച കിനാവിൽ 10 മാറ്റുണ്ട്. ഇത് രസം നോക്കിയേ. ഇതൊക്കെയാണ് നമ്മുടെ പൈതൃകം. ഇതൊക്കെ വളരെ. സുഹൃത്തുക്കളെ, ഏവർക്ക് നമസ്കാരം. സുഹൃത്തുക്കളെ, എന്റെ മനസ്സിനെ ഇത് കണ്ടിട്ട് വളരെയധികം വേദന തോന്നിയൊരു കാര്യമാണ്. കാരണം എന്തിനു വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കുറച്ച് ലൈക്കിനും ഷെയർസിനും വേണ്ടിയാണോ? അതല്ലേ മറ്റു മതത്തിലുള്ളവരെ തന്റെ മതത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് അതുമൂലം സ്വർഗം ലഭിക്കും അല്ലെങ്കിൽ അതുപോലെ പുണ്യം കിട്ടുമെന്ന് ആഗ്രഹിച്ചു ലെവന് വേദന ഉണ്ടായി കേട്ടോ. ആ കുട്ടിയുടെ കരൾ മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയക്കല്ല, ഒരു 4-5 ഫോട്ടോകൾ ഉസ്താദ് കാണിച്ചില്ലേ? ലക്ഷ്മി കോനാത്ത്, സുനിൽ എന്ന് പറയുന്ന വേട്ടാവളിയൻ, കേരളത്തിന്റെ ശാപമായിട്ടുള്ള അപ്പി ബൈജു, പിന്നെ വിഷം ചീറ്റുന്ന വിഷപ്പാമ്പ്, ഇവരെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ലെവന് വേദന ഉണ്ടായി. എൻ്റെ പൊന്ന് ചെങ്ങായി, നീ തിന്നുന്നത് ചോറ് തന്നെയല്ലേ അതോ നീ ചാണകം തന്നെയാണോ തിന്നുന്നത്? അത് തന്നെയാണ് തിന്നുന്നതെന്നുള്ളത് നിന്റെ ഈ ഒരു ഒറ്റ ഡയലോഗിൽ തന്നെ മനസ്സിലായി. ബാക്കി എന്താ പറയുന്നത് കേട്ടോ. ആഗ്രഹിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പഠിച്ച ഖുറാനിലോ അല്ലെ ഞാൻ പഠിച്ച മറ്റ് ഗ്രന്ഥങ്ങളിലോ ഒന്നും എനിക്ക് ഇന്ന് വരെ ചാരിറ്റി ചെയ്യാൻ വേണ്ടി മറ്റു മതങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെ അവഹേളിച്ചുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ പരാമർശിച്ചുകൊണ്ട് അവരിലുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഫോട്ടോ നിരത്തി അവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത് ചാരിറ്റി ചെയ്ത് അതുമൂലം പുണ്യം കിട്ടിയ ആരെ എനിക്ക് അറിയില്ല. ഞാൻ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടുമില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ ഈ തരത്തിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇയാളുടെ പല വീഡിയോകളും ഇങ്ങനെ തന്നെയാണ്. ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന വീഡിയോകളാണ്. മറ്റുള്ള മതസ്ഥരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇത് വീഡിയോ ചെയ്യുന്നത്. പല കാര്യങ്ങളും ഇതൊരു തവണയൊന്നുമല്ല, പല തവണയായി ഇയാളുടെ വീഡിയോ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ഇയാളുടെ ഒരു ഫേസ്
ഞാൻ എൻ്റെ വീഡിയോയിൽ കൊണ്ടുവരുന്ന ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു അത്രത്തോളം വിഷമം വന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പോലുള്ള വ്യക്തികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ചാരിറ്റി ചെയ്യണമെങ്കിൽ അതിന് മതം ആവശ്യമില്ല. ഒരു മനുഷ്യനെ സഹായിക്കണമെങ്കിൽ അതിന് ഒരു മതവും ആവശ്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇയാൾ എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള അറിയില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തും. ചങ്ങായിക്ക് മറ്റേ കുട്ടിയുടെ കാര്യത്തിലല്ല സങ്കടം, ആ 4 ഫോട്ടോകൾ കാണിച്ചില്ലേ, അതാണ് ചങ്ങായിയുടെ സങ്കടം. പിന്നെ ഈ ഫോട്ടോകൾ വെച്ചുകൊണ്ട് ഒരു മതത്തെ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉസ്താദ് ആ വീഡിയോയിൽ ഏതെങ്കിലും മതത്തിന്റെ പേരെടുത്ത് പറഞ്ഞോ, അല്ലെങ്കിൽ ഈ മതത്തിൽ പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഈ മതത്തിൽ ജനിച്ചവരായതുകൊണ്ട് എൻ്റെ പൊന്നു വേട്ടാവളിയാ നിന്റെ തലയിലും ചാണകമാണെന്നുള്ളത് മനസ്സിലായി. 28 ലക്ഷം രൂപ ഉസ്താദ് പല ആളുകളുടെയും, അതിനകത്ത് ജാതിയും മതവും ഒന്നും നോക്കാതെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, അത് അവർക്ക് കൊടുത്തു. ഇനി നാഴികയ്ക്ക് 40 വട്ടം ഇവിടെ ഒരു സമുദായത്തെ കുറിച്ചിട്ട് പച്ച വർഗീയത മാത്രം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 4 കെട്ട വർഗീയവാദികളെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ചെക്കൻ അങ്ങോട്ട് വല്ലാണ്ട് സങ്കടമായി പോയെന്ന്. നിന്റെ സങ്കടം തീരണമെന്നുണ്ടെങ്കിൽ നീ ശാഖയിൽ പോയാൽ മതി, അവിടുത്തെ മാമന്മാരും മാമിച്ചിമാരും ഒക്കെ നിന്റെ സങ്കടം തീർത്തു തരും കേട്ടാ കൂട്ടാ. സമൂഹത്തിൽ ജാതി മതം നോക്കാതെ ഇദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് നിനക്കൊക്കെ വല്ലാണ്ട് ചൊറിച്ചിലുണ്ടാകുന്നു. കാരണം നിന്നെ ഒന്നും കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നുമില്ല, നീയൊന്നും ആർക്കോട്ട് 10 പൈസ കൊടുക്കത്തുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് നിന്നെപ്പോലുള്ള ചില മരവാണങ്ങൾ വന്നിരുന്നിട്ട് പറഞ്ഞത്. വേറൊരുത്തനോടുണ്ട്, അതോടൊന്ന് കേട്ടോ. നമ്മുടെ നാട്ടിൽ പുതിയ തരം ഒരു വിപണി ഇറങ്ങിയിട്ടുണ്ട്, നന്മ മരം ബിസിനസ്. അതിന്റെ ലേറ്റസ്റ്റ് ഡീലറാണ് സോഷ്യൽ മീഡിയയിലെ ഈ അൻസാരി. ഒരു ഹൈന്ദവ കുടുംബത്തിലെ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് 28 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു വീഡിയോയുമായി മൂപ്പര് വന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യം, സഹായിച്ചതിനെ അംഗീകരിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് മൂപ്പര് ക്യാമറ നോക്കി പറയുന്ന ഒരു വാചകമുണ്ട്. 28 ലക്ഷം രൂപ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് ജാതി വർഗീയത നമ്മളെല്ലാം കൂടി സമാധി കൊടുത്തു. ഇനി ബാക്കിയുള്ള പൈസ ഈ 38 ലക്ഷം രൂപ 28 ലക്ഷം കിട്ടുള്ളൂ. ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന നിങ്ങൾ എല്ലാവരും എല്ലാ സമയത്തും ഹിന്ദുക്കൾ നടത്താൻ പറ്റില്ല, വെല്ലുവിളിയൊന്നുമില്ല, അഭ്യർത്ഥനയാണ്. എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിലുള്ള ഇതസമാനം മാത്രമല്ല, വ്യക്തിഗതമായി പലരും കണ്ടും ആ പാവപ്പെട്ട ഒരു 10,000 രൂപ കിനാവ് കാണാൻ കഴിയാത്ത സൂര്യട്ടന് തന്റെ മകൾ സൂര്യക്ക് വേണ്ടി നമ്മൾ 28 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു. ബാക്കി പൈസ ഇത് സൂര്യമാണ്, സുധാബിബി അല്ല. ലക്ഷ്മികാന്ത് ശശി ടീച്ചർ ഈ കാണുന്ന സകലത്തോട് പറയാണ് സുധാബിബി അല്ല, സൂര്യാണ്. എടാ, ഒരു ഹിന്ദു കുഞ്ഞിനെ അല്ലടാ സഹായിച്ചത്, വരദമോൾ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെയും ഇതിനു മുമ്പ് ഉസ്താദ് സഹായിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ അമ്മ വിളിച്ച് ഉസ്താദിനോട് കരഞ്ഞു പറഞ്ഞതും നിങ്ങളെല്ലാവരും കേട്ടതായിരിക്കും അല്ലേ? നിന്റെ ഈ കുഞ്ഞിനെ കേട്ടതായിരിക്കും അല്ലേ? നമ്മുടെ കേരളത്തിൽ എത്രയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയൊക്കെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇന്നും ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉസ്താദിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ഉസ്താദിന് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഉസ്താദ് അവരുടെ സമ്മതത്തോടുകൂടി ഇങ്ങനെ ഇവരുടെ ഫോട്ടോയും അല്ലെങ്കിൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിവീൽ ചെയ്ത ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ അവർ പൈസ കൊടുക്കുന്നത്. അത് മുസ്ലിം മതം മാത്രമാണ് കൊടുത്തതെന്നൊന്നും ഉസ്താദ് പറയത്തില്ല, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഭൂരിപക്ഷവും കൊടുക്കുന്നത് ഈ സമുദായത്തിൽപ്പെട്ടവരാണ്. കാരണം അതിന് കാരണമുണ്ട്. ഞങ്ങളൊക്കെ പഠിച്ചത് അങ്ങനെ, ദാനം ചെയ്യുമ്പോഴത്തേക്ക് നമുക്കെതിരെ വരുന്ന വിപത്തുകളും ധർമ്മത്തിലൂടെ തടയാൻ സാധിക്കുമെന്നുള്ളത് കുഞ്ഞുനാൾ തൊട്ടേ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇല്ലാത്തവൻ പോലും 10 രൂപയെങ്കിലും ഈ ഒരു പ്രവൃത്തിക്ക് കൊടുക്കും. ഇതുപോലും കൊടുക്കാത്ത സംഖ്യ മരവാണങ്ങളാണ് നിന്നെപ്പോലുള്ളവന്മാർ വന്നിരുന്നുണ്ട്, ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾ വന്നിരുന്നുണ്ട് കുരയ്ക്കുന്നത്. ഇതിനൊക്കെ മറുപടി തരുന്നത് ആരാന്നറിയാം? നീയൊക്കെ പറയുന്നില്ലേ ഈ സമുദായത്തെ അവഹേളിച്ചു എന്ന്, ആ സമുദായം തന്നെയാണ് നിങ്ങൾക്കൊക്കെ ഇതിന് കൃത്യം മറുപടി തന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.